സുഹൃത്തുക്കളെ, നമ്മുടെ കൃഷിയിടമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടോ, പയറൊക്കെ കോട്ടൽമേ കയറണുള്ളൂ. ഇതിങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈ ഇങ്ങനെ കുഴിച്ചിട്ടതാ. പിന്നെ മത്തനുണ്ട്, മത്തനൊക്കെ വരുന്നുള്ളൂ. പിന്നെ ചീര, പച്ചച്ചീര കണ്ടില്ലേ, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമ്മിശ്ര കൃഷിയാണ്, എല്ലാതും ഉണ്ട്. വഴുതനങ്ങൊക്കെ വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതല്ലേ, ഇതിൻ്റെ ഇടയിൽ വെണ്ടയുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈകളിന്. പച്ചമുളകുണ്ട്, പച്ചമുളകൊക്കെ ആയി വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു ലൈന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വെണ്ട, പിന്നെ നമുക്ക് വിളവ് എടുത്ത് ഏകദേശം തീർന്ന ചീരയാണ്. അപ്പൊക്കെ പൂവായി. അപ്പോൾ ഇനി ഇത് നമ്മൾ വിത്തിനൊഴുക്കും. നമ്മൾ വിളവെടുത്ത് ഒരു 7 പ്രാവശ്യമൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വന്ന കതിരാണ്. അത് പൂവ് നിർത്തിയൊക്കെയാണ്. അതായത് നമുക്ക് വിത്ത് ശേഖരിക്കാൻ വേണ്ടി. കണ്ടില്ലേ, അതൊക്കെ വിത്തിന് വേണ്ടി വെച്ച ചീരയാണ്. ഇതൊക്കെ വിത്ത് അരിയാനായി. വീണ്ടും വഴുതനങ്ങയാണ്. കണ്ടില്ലേ, ഇതൊക്കെ 1 വർഷം കഴിഞ്ഞ വഴുതനങ്ങ ചെടിയാണ് കേട്ടത്. ഈ ചെടികളൊക്കെ 1 വർഷം കഴിഞ്ഞതാണ്. ഇതിനൊക്കെ ഒരുപാട് നമ്മൾ വിളവെടുത്തു. ഉണ്ടല്ലേ, ഇപ്പോൾ എന്നാട്ടിലും പൊക്കത്തിലാണ് ഇപ്പോൾ ചെടി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ വഴുതനങ്ങ വെണ്ടൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ 1 ഇഞ്ച് സ്ഥലം കിട്ടണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എന്താണോ നടാൻ പറ്റിയത് അത് നടുക. പിന്നെ വീണ്ടും 2 കള്ളി ചീര. ഇതിൽ നമുക്ക് വേണ്ടത്ര ചീര വിത്ത് മുളച്ച് കിട്ടിയിട്ടില്ല. എന്നാലും ഉണ്ടാകുന്നുണ്ട്. ഉണ്ടല്ലേ, പിന്നെ വീണ്ടും വഴുതനങ്ങൻ്റെ ലൈൻ. പിന്നെ നമ്മുടെ ഇടകലർത്തിയാണ്ടുള്ള കൃഷികളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു 300 മരട് പയർ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ഈ പരുവൊക്കെ ആയിക്കൊണ്ടില്ലേ. ഇപ്പോൾ വളക്കെട്ട് മാടി നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതുവരെ ഞാൻ പയറൊക്കെ കോട്ടൽമേലായിരുന്നു. കോട്ടൽമേ കയറ്റി കയറ് കെട്ടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും കോട്ടൽ കുത്തിയിട്ടുണ്ട്. പക്ഷേ പന്തലാണ്. ഉണ്ടോ, ഈ പന്തൽമേന്ന് കയറ്റിയത് കുഴപ്പമില്ല എന്നുള്ളൊരു രീതി എനിക്ക് തോന്നിയപ്പോൾ പന്തൽ കയറ്റി അത് നമുക്ക് കയറ്റുകയാണ് പയറിനുണ്ടല്ലേ. അപ്പോൾ ഈ പന്തൽമേക്ക് കയറാനുള്ളൊരു ഉപാധിയാണ് ഈ കോട്ടൽ നാട്ടം. ഉണ്ടല്ലേ, അതിങ്ങനെ ആയതുകൊണ്ട് നിൽക്കണുള്ളൂ. ഒരു 300 മരടുണ്ട്. ഈ സ്ഥലത്ത് അത്രേ പോവുള്ളൂ. അപ്പോൾ അതിട്ട്
ലൈനായിട്ട് ഇങ്ങനെ അവിടെ പോവുകയാണ് ഉണ്ടല്ലേ. നമുക്കിവിടെ പന്തലിടാനൊക്കെ സുഖമായിരുന്നു. കയിങ്ങുണ്ടായതുകൊണ്ട് കൈമൂട് പാല് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, കമ്പീനൊക്കെ വലിച്ച് കെട്ടാൻ. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു.